രാജ്യത്തിന്റെ അഭിമാനം പണയപ്പെടുത്തിയ ഒരു ഭരണകൂടത്തിന്റെ തനിനിറം ഓരോന്നോരോന്നായി പുറത്തു വരികയാണ്. ലോകത്തെ നടുക്കിയ കുപ്രസിദ്ധ കുറ്റവാളി ജിഫ്രി എപ്സ്റ്റീന്റെ ഫയലുകളിൽ ഇപ്പോൾ ഇന്ത്യൻ ഭരണകൂടത്തിന്റെ ഉന്നതരുടെ പേരുകളും ഉയർന്നു കേൾക്കുന്നു. ഇതിൽ നിന്നും ശ്രദ്ധ തിരിക്കാൻ കോൺഗ്രസ് നേതാക്കൾക്കെതിരെ കള്ളക്കഥ മെനയാൻ നോക്കുന്ന BJPക്ക് ഇപ്പോൾ സ്വന്തം പാളയത്തിൽ നിന്നും തിരിച്ചടി കിട്ടിയിരിക്കുകയാണ്. കേന്ദ്രമന്ത്രി ഹർദീപ് സിംഗ് പുരിക്ക് എപ്സ്റ്റീനുമായി എന്താണ് ബന്ധം? 3-4 വട്ടം ഈ കൊടും കുറ്റവാളിയെ കണ്ടത് എന്തിനായിരുന്നു? മറുപടിയില്ലാതെ പതറുന്ന BJP സർക്കാരിനെ നോക്കി ഇന്ന് രാജ്യം ചോദിക്കുന്ന ചോദ്യം ഇതാണ്. അഴിമതിയും അനാചാരവും മുഖമുദ്രയാക്കിയ ഈ മന്ത്രിയുടെ രാജി എന്നാണ് എന്ന്. എപ്സ്റ്റീൻ ഫയൽസിൽ പ്രധാനമന്ത്രിയുടെ പേര് പോലും ഉണ്ടെന്ന റിപ്പോർട്ടുകൾ വന്നതോടെ BJP IT സെൽ വല്ലാത്ത പരിഭ്രാന്തിയിലും കൂടിയാണ്. ആ പരിഭ്രാന്തി മാറ്റാൻ അവർ കപിൽ സിബലിനും സാം പിത്രോഡയ്ക്കും എതിരെ ഒരു പഴയ ആരോപണങ്ങളുമായി വരുന്നു. എന്നാൽ സത്യം പുറത്തു വരാൻ അധിക നേരം വേണ്ടി വന്നില്ല. സ്വന്തം കേന്ദ്രമന്ത്രി ഹർദീപ് സിംഗ് പുരി തന്നെ സമ്മതിക്കേണ്ടി വന്നു താൻ എപ്സ്റ്റീനെ പലതവണ കണ്ടിട്ടുണ്ട് എന്ന്. ഇന്റർനാഷണൽ പീസ് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ മറവിൽ നടന്ന ഈ കച്ചവടങ്ങൾ എന്തൊക്കെയായിരുന്നു? പ്രായപൂർത്തിയാകാത്ത കുട്ടികളെ പീഡിപ്പിച്ച കേസിൽ പ്രതിയായ ഒരാളുമായി കേന്ദ്രമന്ത്രിക്ക് എന്ത് ഇടപാടാണ് ഉണ്ടായിരുന്നത്? ഈ ചോദ്യങ്ങൾക്കൊന്നും മറുപടിയേയില്ല. വെറും ഇമെയിൽ സന്ദേശങ്ങൾ മാത്രമായിരുന്നില്ല. അന്താരാഷ്ട്ര തലത്തിൽ വലിയൊരു വഴിവിട്ട കൂട്ടുകെട്ടിന്റെ തെളിവുകളാണ് പുറത്തു വന്നത്. അതുകൊണ്ട് ഹർദീപ് സിംഗ് പുരിയുടെ രാജി അനിവാര്യമാണെന്ന് കോൺഗ്രസ് ഇവിടെ ഉറപ്പിച്ച് പറയാനുള്ള കാരണവും ഇത് തന്നെയാണ്. അന്തസ്സ് കാക്കാൻ ഈ സർക്കാർ ഉടൻ മറുപടി നൽകിയേ തീരൂ. എപ്സ്റ്റീൻ വിവാദത്തിൽ ഉത്തരം കിട്ടാതെ വിയർക്കുന്ന മോദി സർക്കാരിനെ കൂടുതൽ പ്രതിരോധത്തിലാക്കിക്കൊണ്ട് നമ്മുടെ പ്രിയ നേതാവായ രാഹുൽ ഗാന്ധി 5 ചോദ്യങ്ങൾ മോദിക്ക് നേരെ ചോദിച്ചിരിക്കുകയാണ്. വെറും ചോദ്യങ്ങളല്ല ഇത് രാജ്യത്തിന്റെ കർഷകരെയും സാധാരണക്കാരന്റെയും നിലവിളി കൂടിയായിട്ട് കരുതപ്പെടുന്നു. ഇന്ത്യ-US വ്യാപാര കരാറിന്റെ മറവിൽ മോദി സർക്കാർ ആരെയാണ് സഹായിക്കുന്നത് എന്ന പ്രധാന ചോദ്യമാണ് രാഹുൽ ഗാന്ധി ചോദിക്കുന്നത്. രാഹുൽ ഗാന്ധി ചോദിക്കുന്ന ചോദ്യങ്ങൾ ഓരോന്നിനും മോദിയെയും സംഘത്തെയും വിറപ്പിക്കുന്നതുമാണ്. ഒന്നാമത്തത്, കരാറിലെ DDG എന്നാൽ എന്താണ്? അതിന്റെ കൃത്യമായ അർത്ഥം ജനങ്ങളോട് പറയാൻ മോദിക്ക് ഭയമാണോ? രണ്ടാമത്, GM ധാന്യങ്ങൾ നമ്മുടെ കന്നുകാലികൾക്ക് നൽകുമോ? അമേരിക്കൻ ലാബുകളിൽ ഉണ്ടാക്കുന്ന ഈ കൃത്രിമ ധാന്യങ്ങൾ നൽകി നമ്മുടെ മൃഗസമ്പത്തിനെ നശിപ്പിക്കാനാണോ നിങ്ങളുടെ പദ്ധതി? മൂന്നാമതായി, സോയ കർഷകരുടെ അവസ്ഥ എന്താകും? വിദേശ കുത്തകൾക്ക് വേണ്ടിയിട്ട് ഇന്ത്യയിലെ കർഷകരെ മോദി സർക്കാർ ഒറ്റിക്കൊടുക്കുകയാണോ? നാലാമത്തത്, അധിക ഉൽപ്പന്നങ്ങൾ എന്ന ഒളിച്ചുകളി എന്തിനാണ്? ഈ കരാറിൽ ഒളിച്ചു വച്ചിരിക്കുന്ന ആ രഹസ്യങ്ങൾ എന്തൊക്കെയാണ്? അഞ്ചാമത്തത്, പയർവർഗ്ഗങ്ങളുടെ ഇറക്കുമതി ആർക്ക് വേണ്ടി? അമേരിക്കൻ വിപണിക്ക് വേണ്ടി ഇന്ത്യൻ കർഷകരുടെ വയറ്റിത്തടിക്കുന്ന ഈ നയം എന്തിനാണ് നടപ്പിലാക്കുന്നത്? ഈ 5 ചോദ്യങ്ങൾ ഇന്ന് മോദിയെയും കൂട്ടരെയും ശരിക്കും വിറപ്പിക്കുകയാണ്. ജനങ്ങൾ പട്ടിണി കിടക്കുമ്പോൾ വിദേശ മുതലാളിമാർക്ക് പാദസേവ ചെയ്യുന്ന ഈ ഭരണം അവസാനിക്കണം. ലോകസഭയിലും രാജ്യസഭയിലും പ്രതിപക്ഷം ആഞ്ഞടിക്കുകയാണ്. സഭയ്ക്കകത്തും പുറത്തും ഉത്തരമുട്ടുന്ന BJP ഇപ്പോൾ കള്ളങ്ങൾ പ്രചരിപ്പിക്കുന്നു. പക്ഷെ രാഹുൽ ഗാന്ധിയുടെ ചോദ്യങ്ങൾക്ക് മുന്നിൽ പ്രധാനമന്ത്രിക്ക് അധികകാലം ഒളിച്ചോടാൻ കഴിയില്ല. എപ്സ്റ്റീൻ ബന്ധമുള്ള മന്ത്രിമാരുടെ രാജിയും കർഷകരെ വഞ്ചിക്കുന്ന വ്യാപാര കരാറിലെ വ്യക്തതയും ലഭിക്കുന്നതുവരെ കോൺഗ്രസ് പോരാട്ടം തുടരും.